രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് കേവലമായ ആക്ഷേപങ്ങളല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു സാധാരണ വാർത്താ സമ്മേളനം വിളിച്ചാൽ മതി. അദ്ദേഹം ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നു. എന്നിട്ട് ഇതാ പല സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യുന്ന ഒരാളെ കാണിച്ചു തരുന്നു. 0 എന്ന നമ്പറുള്ള വീട്ടു നമ്പർ കാണിച്ചു തരുന്നു. പടമില്ലാത്ത വോട്ടർ പട്ടിക കാണിച്ചു തരുന്നു. ഒരു ഒറ്റമുറി വീട്ടിൻ്റെ കഥ കാണിച്ചു തരുന്നു. ഇന്ത്യ ടുഡേ ചാനൽ പിറ്റേന്ന് അവിടെ പോകുമ്പോൾ അവിടെ ആയി പറഞ്ഞ ആളുകൾ ആരും താമസിക്കുന്നില്ല എന്ന് കാണുന്നു. ഇതിനൊക്കെ പറയണ്ടേ മറുപടി? ഇതിൻ്റെ മറുപടി ഇല്ലാതെ കിടക്കുന്നിടത്തോളം കാലം സുരേഷ് ഗോപിയുടെ കാര്യത്തിലുള്ള ആരോപണവും വാലിഡായി നിൽക്കില്ലേ ഷാബു? നിഷാദ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഇതാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ ഇതിൽ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷൻ്റേതും ഇങ്ങനെയുള്ള മൾട്ടിപ്പിളായിട്ടുള്ള കാര്യങ്ങളുടെ ആ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അതിനെ ടെക്നോളജി ഉപയോഗിച്ച് മാറ്റാനും ഡിജിറ്റലൈസ് ചെയ്യാനും ഏറ്റവും അധികം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നതും നിങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെയാണ്. ടെക്നോളജി കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. അല്ലാതെ ഈ 100 കോടിയോളം വരുന്ന ഡേറ്റാബേസിനെ ശുദ്ധീകരിക്കുക എളുപ്പമല്ല. അല്ല, ഇത് അബദ്ധമൊന്നും അല്ല ഷാബു പ്രസാദ്, മനഃപൂർവ്വം ചെയ്തു കൂട്ടുകയാണ്. ഒറ്റമുറി വീട്ടിൽ 60 പേർ അബദ്ധമാണ്. ഒറ്റമുറി വീട്ടിലെ 60 പേർ അബദ്ധമാണോ? അല്ല, അതിന് ആ വീട്ടുടമ അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ആ വീട്ടുടമ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സുകാരനാണെന്ന്. അതുമല്ല, 6 മാസം ഏറ്റവും അയാളോടൊന്നും മിണ്ടാതിരിക്കാൻ പറയൂ. ശരി, ഞാൻ ചോദിക്കുന്നത് ഓക്കെ, അത് തെളിവിന്റെ കാര്യമാണ് സന്ദീപും പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. അല്ല, അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ പടം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലേ കമ്മീഷന്? അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വീട്ടു നമ്പർ ഉണ്ടാവണമെന്നില്ലേ കമ്മീഷന്? അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ ആളുകളുടെ പേര് മുഴുവൻ ഉണ്ടാവണമെന്നില്ലേ കമ്മീഷന്? 100 കണക്കിന് ആളുകൾ, 10,000 കണക്കിന് ആളുകളാണ്. പിന്നെ ഫോം 6 എന്ന് പറയുന്ന ആദ്യത്തെ വോട്ട് ചേർക്കലുള്ള ആപ്ലിക്കേഷൻ പലതവണ ഒരേ ആളുകൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതൊന്നും കമ്മീഷന് പരിശോധിക്കാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതും മഹാദേവപുരയിൽ, മറ്റിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ള രാജ്യത്ത് അവിടെയൊന്നും ഇല്ലാത്ത കുഴപ്പമാണ് ചിലയിടത്ത് മാത്രം കാണുന്നത്. നിൽക്കൂ, ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതൊക്കെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതുമാണ്. അത് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു ഹ്യൂജ് നമ്മുടെ വോട്ടർ പട്ടികയിലും നമ്മുടെ വോട്ടർ ഇതൊരു സുപ്രഭാതത്തിലുണ്ടായൊന്നും അല്ല. ഇതെന്നുമുള്ള അല്ല ഷാബു, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കമ്മീഷൻ ഒട്ടും വെൽക്കമിങ് അല്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇലക്ഷൻ കമ്മീഷനിൽ ആകെ ഉള്ളത് 300 എംപ്ലോയീസാണ് ഡൽഹിയിലുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്റ്റ് എംപ്ലോയീസ്. ബാക്കി മുഴുവനും അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് 300 എംപ്ലോയീസേ ഉള്ളൂ. ഇവിടെ ഇവരീ പറയുന്ന തൃശ്ശൂർ ഇലക്ഷൻ നടത്തുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരാരാണ്? 50 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരാണ് ഇലക്ഷൻ്റെ ഭാഗമാകുന്നത്. അതിൽ കേവലം 300 പേര് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്റ്റ് എംപ്ലോയീസ് ആയിട്ടുള്ളൂ. ബാക്കി മുഴുവനും ഈ ലക്ഷക്കണക്കിനുള്ളവർ മുഴുവനും അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ, കേരളത്തിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു ശതമാനം NGO യൂണിയൻ്റെയും NGO അസോസിയേഷൻ്റെയും ഭാഗമാണ്. ഇവരുടെയൊക്കെ തന്നെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇലക്ഷൻ നടത്തുന്നതും ഇലക്ഷൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ളതും. അവരാണ് ഈ BLOമാരൊക്കെ ആരാ? ഈ BLO ഒരാളെ ഇലക്ഷന് വോട്ടർ ചേർത്ത് കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ BLO പരിശോധിക്കണ്ടേ? ആ BLOയുടെ പരിശോധന കഴിഞ്ഞ് പൂർത്തിയായാൽ മാത്രമല്ലേ അയാളുടെ പേര് അതിൻ്റെ അകത്ത് വരുള്ളൂ. ഈ BLOമാർ കേരളത്തിലെ BLOമാരിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരാണ്. അവർക്കിതറിയില്ലേ? അതുമാത്രവുമല്ല, ഇവിടെ ഇരിക്കുന്ന ഇലക്ഷൻ ഏജൻസ്, ഓരോ ബൂത്തിലെയും ഇലക്ഷൻ ഏജൻസ്, ആ ഇലക്ഷൻ ഏജൻസ് രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ ഏജൻസ്, അവർക്ക് ഓരോ വോട്ടറെയും നേരിട്ട് പരിചയമുള്ളവരാണവർ. അങ്ങനെയുള്ളവരെയാണ് ബൂത്തിൽ നിയമിക്കുന്നത്. അവർക്കിത് കണ്ടില്ലേ? ഇയാൾ ഇവിടെ ഉള്ള ആളല്ല. ഇപ്പം ഇവർ പറയുന്ന പോലെ കള്ള വോട്ട് ചേർത്ത ആളാണ്, കള്ള വോട്ട് ചേർത്തു, അങ്ങനെ ഇത് കള്ള വോട്ടാണ്, ഇയാൾ ഇവിടെ ഉള്ള ആളല്ല, ഇത് കള്ളനാണ് എന്ന് ഏതെങ്കിലും ബൂത്ത് ഏജൻസ് പറഞ്ഞിട്ടുണ്ടോ?